ഹായ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കാൻ കേട്ടോ. ഇപ്പോൾ ഒരു 4-4:30 ആയി കാണും തോന്നും വെളുപ്പിനെ. എനിക്ക് എൻ്റെ ഒരു തോന്നൽ അതാണ് കേട്ടോ. കാരണം ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് പത്മനാഭനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ മാത്രമല്ല കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുന്നേയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയും പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെയും പോകാത്ത സ്ഥലത്തോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഒരു 2 ദിവസത്തേക്കുള്ള ട്രിപ്പാണ് ഈ ഒരു പോക്ക്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൽ 2 ദിവസം കാണും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കാറിൻ്റെ സൈഡിൽ രാവിലെ ആയതുകൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുല്ലപ്പൂ കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൂ കണ്ടോ ഋതുട്ടാ? ഋതുവിനില്ല. അവിടുന്ന് പൂ മേടിക്കുന്ന സമയത്ത് ആ ചേട്ടനോട് ഞാനൊരു സ്ലൈഡ് ചോദിച്ചു. അതായത് പൂ കുത്താൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പൂ മേടിക്കാനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. കുഞ്ഞൻ പിന്നെ പറഞ്ഞു, പൂ കണ്ടപ്പോൾ നീ വേണമെങ്കിൽ മേടിയിട്ട് സാരിയൊക്കെ അല്ലേ ഉടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അതിൽ നിന്ന് ഒരു മുഴം പൂ മേടിച്ചാണ്. എന്നിട്ടൊരു സ്ലൈഡ് ചോദിച്ച സമയത്തുണ്ടല്ലോ, ആ ചേട്ടൻ്റെ ഒരു നോട്ടം, എൻ്റെ പൊന്നു, എനിക്ക് വല്ലാണ്ടങ്ങ് ആയിപ്പോയി. ഇതുപോലായിരുന്നു കേട്ടോ. കാരണം നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് സ്ലൈഡ് എടുത്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നോട്ടത്തിൻ്റെ രീതി എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അപ്പോൾ സ്ലൈഡൊക്കെ കൊണ്ടുവരണ്ടേ, പൂ മേടിക്കുന്നുള്ള ഓർമ്മയില്ലേ എന്നൊക്കെയുള്ള രീതിയിലാട്ടോ എനിക്ക് തോന്നിയത്. മേടിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ല ചോദിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അതിന് എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇതാ നമ്മൾ പത്മനാഭനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് തൊഴാൻ പോയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. കുഞ്ഞിന് കാല് വയ്യാത്തതുകൊണ്ട് ഇറങ്ങുന്ന സൈഡിൽ കൂടെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറി തൊഴുതു പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയൊരു സമാധാനം ഉണ്ടായിരുന്നേ. പാഴം വേണോ തട്ടം വേണോ എന്ത് വേണം? എങ്ങനെ തട്ടത്തിന് ഓരോന്ന് 100 രൂപ. അങ്ങനെ ഇതാ നമ്മൾ പത്മനാഭനെ കണ്ടിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വാരാഹി ദേവിയുടെ ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അവിടെ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 2 പ്രതിഷ്ഠയായിട്ടോ ഇരിക്കുന്നത്. അതിനകത്ത് വാരാഹി ദേവിയെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഋതുവിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയം തൊട്ടാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത്, അറിയാനും തുടങ്ങിയത്. അതായത് ഋതു എൻ്റെ ഉദരത്തിലുണ്ട് എന്ന് അറിയുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കേട്ടോ ഞാൻ വാരാഹിയമ്മയെക്കുറിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയത്. അന്ന് മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഋതുവിനെയും കൊണ്ട് എനിക്ക് അവിടെ പോകണം എന്നുള്ളത്. കേരളത്തിൽ എവിടെ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും പോയി കാണുന്നുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലുണ്ടെന്ന് ഞാൻ കുറച്ച് നാൾ മുന്നേ ആയിട്ട് അറിഞ്ഞു. എന്താടാ ചെവി പൂവൊക്കെ വെച്ചൊക്കെ വേണല്ലേ കുഞ്ഞിപ്പെണ്ണ്? അതിനത്തോട്ട് ഇനി എത്തുക. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നടയിലോട്ട് കാണിച്ചപ്പോഴത്തേക്ക് അങ്ങ് ഉണന്ന് കേട്ടോ. ഉറങ്ങി കിടക്കുവാണെങ്കിൽ അവളെ ഞാൻ കാണിക്കാന്ന് എഴുതിയതാ. കാരണം അവളെ അവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവിടെ തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല രസമായിട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അമ്പലമല്ലേ, നമ്മൾ അധികം വീഡിയോസൊന്നും ഉള്ളിൽ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് പോയതുകൊണ്ടാണ് ഉള്ളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോസ് എടുത്തത്. പിന്നെ അവിടുന്ന് ആ താലത്തിനകത്ത് ഇരിക്കുന്നതാണ് വാരാഹി അമ്മയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ അത് നമുക്ക് തിരിച്ചു തരുവേ, നമുക്ക് കവറിനകത്തിട്ടിട്ട് നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരിതാ നമ്മൾ കരിക്കവും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നേരത്തെയും വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ട് തൊട്ടേ വരാറുള്ളതായിരുന്നു, ഞാനും കുഞ്ഞനും കൂടെ. ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്തും ഇവിടെ ഇടയ്ക്കൊക്കെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് വരാറുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നല്ല, എനിക്ക് ഈ അമ്പലങ്ങളും പള്ളി, എനിക്ക് ഈ ദേവാലയങ്ങളിലൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. അവിടെ ഒരു രക്ഷയില്ലാത്ത മനസ്സമാധാനം ആടോ. കാരണം അവിടെ നിൽക്കുന്നവരാരും വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ എല്ലാവരും പ്രാർത്ഥനയിലും മുഴുകി ആ ഒരു രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ എല്ലായിടത്തും. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു സമാധാനം, എനിക്കൊരു മനസ്സമാധാനക്കേട് തോന്നുകൊണ്ട് നേരെ ഞാൻ അമ്പലത്തിലോട്ടോ പള്ളിയിലോട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെയും വന്ന് തൊഴുതാ അവിടെ കുറച്ച് നേരം ഇരിപ്പുണ്ടായിരുന്നേ. ഇവിടെ ആണെങ്കിൽ കുറേ മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. ഓരോ നാളുകാർക്കുടെ മരങ്ങളുണ്ടല്ലോ, അതനുസരിച്ചിട്ടാട്ടോ. ഇനി പോകുന്ന വഴിക്ക് പഴവങ്ങാടിയിലും കൂടി കയറണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചടാ. ഇനിയിപ്പം ഈ സാരി ഉടുത്ത് എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. ഋതുവിനെ എടുത്തിട്ട് അതുകൊണ്ട് ഇതങ്ങ് മാറ്റിയേക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ കാറിലിരുന്ന് തന്നെ ഇതാ ഈ ഋതുവിൻ്റെ ടവലും പിന്നെ കുഞ്ഞൻ്റെ മുണ്ടും എല്ലാം വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡ്രസ്സ് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചുരിദാറിൻ്റെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുഞ്ഞിന് മുണ്ട് മാറി പാൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ നേരത്തെ തന്നെ പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു. മുണ്ട് എടുത്തോണ്ട് നടക്കാൻ പാടാന്ന് കരുതി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ
ഹോട്ടൽ റൂമിലോട്ടാണോ പോകുന്നതെന്ന് വെച്ചാൽ അല്ല, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ലൈസൻസ് എടുത്ത കാര്യമായിട്ടോ. അത് ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അരമണിക്കൂർ സമയമൊക്കെ കിട്ടുന്ന സമയം കൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ 2 വീലർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വന്നത്. ആ സമയത്ത് എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല, സൈക്കിൾ എനിക്ക് ഓട്ടിക്കാൻ പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇത് കിട്ടുമോ ഇല്ലെന്ന് പോയിട്ട് ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വാശിപ്പുറത്ത് ഞാൻ പഠിച്ചെടുത്തയാട്ടോ. അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റിന് എന്നെ ദൈവമേ കിട്ടണേന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും എനിക്കിതിൻ്റെ പുറകെ അലഞ്ഞു തിരിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇവിടുത്തെ വെട്ടുകാട് പള്ളിയിൽ ദൈവമേ കർത്താവേ എനിക്ക് ഈ ഒരു ടെസ്റ്റ് ഫസ്റ്റ് തന്നെ കിട്ടണേ, പാസ്സാവണേ, എനിക്ക് ഇനി ഇതിൻ്റെ പിറകെ നടക്കാൻ വയ്യ, ഞാനിവിടെ ഹാരം ചാർത്തിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. എൻ്റെ പൊന്നു, എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞതും ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നേ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാലയൊക്കെ മേടിച്ച് അവിടെ ചാർത്തിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാട്ടോ അവിടുന്ന് പോയത്. ഇതാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നൊരു കാര്യം. അങ്ങനത്തെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അത്രയും സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട്, കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് പിന്നെ അകത്തോട്ട് കയറിയില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ റിതുവിനാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കണമായിരുന്നല്ലോ. അവിടെ വെച്ചിട്ട് അവൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും അല്ല നമ്മൾ കഴിച്ചത്. പിന്നെ അതിനകത്ത് നിന്ന് കിഴങ്ങ് മാത്രം ഞാൻ തുടച്ച് കഴുകി കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെഡ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ 3 ആളും കൂടി കയറിയും കിടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, എന്തോ ഒരു ക്ഷീണമാണെന്നറിയോ. എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതാണ് മെയിൻ. ഈ തലവേദന ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കൂടാതിരുന്നാൽ മതിയായിരുന്നു. റിതുവിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ നമ്മുടെ റൂം ഞങ്ങൾ കയറിയപ്പം തന്നെ നിങ്ങളെ കാണിച്ചു, അത് കണ്ടല്ലോ, ഞാൻ പറയാൻ അങ്ങ് വിട്ടുപോയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതായിരുന്നു ബാത്റൂം. ഇതിനകത്ത് പിന്നെ നമുക്ക് മുടി ഉണക്കാനൊക്കെ പറ്റും. പിന്നെ റിതുകൂട്ടനെയും കൊണ്ട് ആട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇത് വെച്ചിട്ട് നല്ലപോലെ ഒരു കീച്ചണം, മുടിയൊക്കെ നല്ല പറപ്പിക്കണമെന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുഞ്ഞൊരു അലമാരയൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ തുണികളൊന്നും എടുത്ത് വെക്കത്തില്ല, നമ്മുടെ പെട്ടിയിൽ തന്നെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വല്യമ്മ എന്താ ചെയ്യുന്നേ, പാക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ഞാൻ ആപ്പിൾ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. റിതുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട്. TV ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിരുന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ റിതുവിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് എനർജി കയറുമല്ലോ, അപ്പം കുറച്ച് നേരം കളിയൊക്കെ ആകാം. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയാമോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും സംഭവം അടിപൊളിയാണ്. ഒരുപാടുണ്ട്, 2 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, നോൺ വെജ് വേണ്ട, വെജ് മതി എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത്. അങ്ങനെ ഇനി കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും തരാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയുണ്ട് ബിരിയാണി? വേറെ ടേസ്റ്റ് അല്ലേ, കുരുമുളക്.